CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സമസ്ത മേഖലയിലും ദുരിതം വിതച്ച മോദി ഭരണം ഇനി ഇന്ത്യയിൽ ഉണ്ടാകരുതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. വർഗീയതയെ പുണർന്ന് അനുദിനം BJP പാളയത്തിലേക്ക് ഒഴുകുന്ന കോൺഗ്രസിനെ പരാജയപ്പെടുത്തി മതനിരപേക്ഷ രാജ്യത്തിന്റെ നിലനിൽപ്പിനായി ഇടതുപക്ഷത്തിന്റെ കൂടുതൽ അംഗങ്ങൾ പാർലമെന്റിൽ എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. LDF തൃശൂർ ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ തേക്കിൻകാട് മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിജയരാഘവൻ. ലീഡർ K. കരുണാകരന്റെ പാത പിന്തുടർന്ന് മകൻ K. മുരളീധരൻ MP തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കണ്ണന് മുന്നിലെത്തി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം ആദ്യമായി ശനിയാഴ്ച തൃശൂരിലെത്തി റോഡ് ഷോയിൽ പങ്കെടുത്ത് രാത്രിയോടെ മുരളീധരൻ ഗുരുവായൂരിലെത്തി. CCTV ന്യൂസ് ഇമ്പാക്ട്. അപകട ഭീഷണിയായി നിന്നിരുന്ന പാഴ്മരം മുറിച്ചുമാറ്റി. പെരുമ്പിലാവ് കൊരട്ടിക്കര സെന്ററിൽ ഏത് നിമിഷവും നിലംപൊത്താറായ പാഴ്മരത്തെക്കുറിച്ച് CCTV വാർത്ത നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ ഇടപെടലിനെ തുടർന്ന് PWD അധികൃതർ ഇടപെട്ട് മരം മുറിച്ചുമാറ്റുകയായിരുന്നു. ചൊവ്വലൂർപ്പടി വലിയ തോട്ടിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെയും ഗുരുവായൂർ നഗരസഭയുടെയും അതിർത്തി പങ്കിടുന്ന വലിയ തോട്ടിലാണ് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ കടങ്ങോട് പഞ്ചായത്തിലെ 29 വീടുകളുടെ താക്കോൽ കൈമാറ്റവും ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വനിതാ ജിമ്മിന്റെ ഉദ്ഘാടനവും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ദേവസ്വം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ നിർവഹിക്കും. കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട തുക കൃത്യമായി തന്നാൽ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തുമെന്ന് മുരളി പെരുന്നെല്ലി MLA. ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറപ്പറമ്പ് ട്യൂബ്ലൈറ്റ് റോഡ് പാലം നാടിന് സമർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയിൽ പുസ്തക പ്രദർശനം നടന്നു. AC മൊയ്തീൻ MLAയുടെ ഫണ്ടിൽ നിന്നു ലഭിച്ച പുസ്തകങ്ങളുടെയും എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ നൽകിയ പുസ്തകങ്ങളുടെയും പ്രദർശനമാണ് നടന്നത്. 27 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകൻ മുഹമ്മദ് ഹനീഫയെ 2019 മുതൽ 2024 വരെയുള്ള ബാച്ചിലെ കായിക വിദ്യാർത്ഥികൾ ആദരിച്ചു. പയ്യൂർക്കാവ് ഗ്രാമത്തിലെ ഭാരത് ആർമി ഫാൻസിന്റെ 5ാം വാർഷികം ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ 8:30 അമർ ജവാൻ സ്മൃതി മണ്ഡപ പരിസരത്ത് പ്രാർത്ഥനയോടുകൂടിയാണ് വാർഷിക ചടങ്ങുകൾ ആരംഭിച്ചത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച ചുള്ളിക്കാരൻ കുന്ന് റോഡ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നൂറടിത്തോട്ടിൽ കൃഷിക്കാവശ്യമായി വെള്ളമില്ലാതെ വന്നതോടെ പരൂർ കോൾപ്പടവിൽ പുഞ്ചകൃഷി ഇറക്കിയ കർഷകർ പ്രതിസന്ധിയിൽ. അവശേഷിക്കുന്ന വെള്ളത്തെ നീർച്ചാലുണ്ടാക്കി പമ്പിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് കർഷകർ. കുന്നംകുളം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുൽ ഗനിയെ ആക്രമിച്ച മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലീഗ് കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി ചിറക്കൽ സെന്ററിൽ പ്രതിഷേധ യോഗം ചേർന്നു. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെൻസ് ഫുട്ബോളിൽ വിജയിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീം അംഗമായ എഡ്വിൻ ഫ്രാൻസിസിനെ ആദരിച്ചു. കാക്കശ്ശേരി അനശ്വര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആദര ചടങ്ങ് എളവള്ളി പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി പബ്ലിക് ലൈബ്രറിയും കുന്നംകുളം സൈമൺസ് കണ്ണാശുപത്രിയും ചേർന്ന് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. മാർച്ച് 8 ശിവരാത്രി ദിനത്തിൽ കാവ്യാസ് വേൾഡ് യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്ത C4 സിനിമാസിന്റെ ബാനറിൽ നിതീഷ് രാജ് രചനയും സംവിധാനവും നടത്തിയ ഇഷാന്റെ പാർവതി എന്ന ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു. കടങ്ങോട് കുടക്കുഴി സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ പാഴിയോട്ടുമുറി ബസ് സ്റ്റോപ്പ് പരിസരത്ത് സൗജന്യ കുടിവെള്ള വിതരണം ഒരുക്കി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരി സിറിയൻ ഇടവകയുടെ സുവിശേഷ യോഗം തുടങ്ങി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സുവിശേഷ യോഗത്തിന്റെ ഉദ്ഘാടനം സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ചമ്മന്നൂർ ജുമാ മസ്ജിദിൽ എല്ലാ ഞായറാഴ്ചയും നടന്നുകൊണ്ടിരിക്കുന്ന ദിക്റിന്റെ വാർഷികവും ദുആ മജ്ലിസും നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസ ഹാളിൽ നടന്നു. കടങ്ങോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K. ജയശങ്കർ നിർവഹിച്ചു. എരുമപ്പെട്ടി കോട്ടപ്പുറം മണ്ണത്തൃക്കോവ് ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷം ഭക്തിസാന്ദ്രമായി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.